നമസ്കാരം. കേരളത്തിൽ ഏറ്റവും ജനപ്രിയനായ വ്യക്തി ആരെ എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. അത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപിയോളം ജനപ്രീതിയുള്ള ഒരു നേതാവ്, ഒരു സിനിമക്കാരൻ, ഒരു മനുഷ്യൻ കേരളത്തിൽ വേറെയില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ നാറി നശിച്ചു നിൽക്കുമ്പോഴാണ്, മോഹൻലാലും മമ്മൂട്ടിയും അടക്കമുള്ള സൂപ്പർ താരങ്ങൾ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് സുരേഷ് ഗോപി സകലരുടെയും കയ്യടി നേടി, ഇഷ്ടം നേടി മുമ്പോട്ട് പോകുന്നത്. സുരേഷ് ഗോപി ഇഷ്ടപ്പെടുന്നവർ BJP-ക്കാർ മാത്രമല്ല, സുരേഷ് ഗോപി ഇഷ്ടപ്പെടുന്നവർ സിനിമയെ ഇഷ്ടപ്പെടുന്നവർ മാത്രമല്ല, BJP-ക്കാരനായിട്ടുകൂടി മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരും കമ്മ്യൂണിസ്റ്റുകാരുമൊക്കെ സുരേഷ് ഗോപി ഇഷ്ടപ്പെടുന്നു. സാക്ഷാൽ നരേന്ദ്രമോദിയേക്കാൾ കേരളത്തിൽ ജനപ്രീതി സുരേഷ് ഗോപിക്കാണ്. ഇതൊരു സത്യമാണ്, ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത യാഥാർത്ഥ്യം. സുരേഷ് ഗോപി ഇങ്ങനെ ജനപ്രിയനായത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിൻ്റെ സിനിമാഭിനയം കൊണ്ട് മാത്രമാണോ? നന്മ പ്രവർത്തികൾ കൊണ്ട് മാത്രമാണോ? അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം കൊണ്ട് മാത്രമാണോ? അല്ല. ഇതൊക്കെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണെങ്കിലും സുരേഷ് ഗോപിയുടെ സൽപ്പേരിനും ജനപ്രീതിക്കും പ്രധാന കാരണമായത് പ്രതികൂല സാഹചര്യങ്ങളോട് പടവെട്ടി വിജയിച്ച ഒരു പോരാളി എന്ന അവസ്ഥയാണ്. സുരേഷ് ഗോപിയെ സിനിമയിൽ നിന്നും ഒഴിവാക്കി നിർത്താൻ നീക്കങ്ങളുണ്ടായി. സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയത്തെ പരിഹസിക്കാൻ സഹപ്രവർത്തകർ പോലും രംഗത്ത് വന്നു. സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ വർഗീയ വിഷം എന്ന പ്രചരണം അഴിച്ചുവിട്ടു. സുരേഷ് ഗോപിയെ പൂട്ടിക്കെട്ടാൻ സർക്കാർ കള്ളക്കേസുകൾ, പീഡന കേസുകൾ അടക്കമുള്ളവ എടുത്തു. സുരേഷ് ഗോപിയുടെ തേരോട്ടം തടയാൻ സ്വന്തം പാർട്ടിക്കാർ പോലും നീക്കങ്ങൾ നടത്തി. അവിടെയാണ് ഒറ്റയ്ക്ക് പോരാടി സുരേഷ് ഗോപി വിജയശ്രീലാളിതനായി എല്ലാവരെയും ഞെട്ടിച്ച് കേന്ദ്രമന്ത്രിയായി ഇപ്പോൾ കൊടിവെച്ച കാറിൽ നാട്ടിലെത്തിയത്. ഇങ്ങനെ പോരാടി വിജയിക്കുന്നവരോടെ കേരള ജനതയ്ക്ക് വലിയ ഇഷ്ടവും ആദരവുമാണ്. അവരുടെ രാഷ്ട്രീയമോ മതമോ ഒന്നും ഇങ്ങനെ ആരാധിക്കാൻ ആർക്കും തടസ്സമല്ല. ഇനിയുള്ള കാലമാണ് സുരേഷ് ഗോപി സൂക്ഷിക്കേണ്ടത്. ഇങ്ങനെ ജനങ്ങളുടെ ഹീറോയായി മാറുന്നവർ ആ പദവി നിലനിർത്താൻ ഏറെ യത്നിക്കേണ്ടി വരും. എല്ലാ മനുഷ്യരും വ്യക്തിപരമായി കരുതും ആ നേട്ടത്തിന് പിന്നിൽ എൻ്റെ ഇടപെടലുണ്ടെന്ന്. ഒരു ഓൺലൈൻ പോർട്ടൽ ഉടമയെന്ന നിലയിൽ ഒരുപക്ഷെ എനിക്കെങ്ങനെ കരുതാം. തൃശ്ശൂരിലെ ഓരോ വോട്ടർക്കും അങ്ങനെ കരുതാം. എന്തിനേറെ എവിടെയെല്ലാം വ്ളോഗർമാർ ചെയ്തു അവർക്കൊക്കെ കരുതാം. സുരേഷ് ഗോപിയെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട, സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയത്തോട് വിയോജിപ്പുള്ള മറ്റൊരു ദേശത്ത് താമസിക്കുന്നവർക്ക് പോലും കരുതാം, ഞാൻ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് സുരേഷ് ഗോപി ഇങ്ങനെ നേടിയതെന്ന്. അവരുടെ മനസ്സിലെ ആ സ്ഥാനം നിലനിർത്തുക അത്ര എളുപ്പമല്ല. സുരേഷ് ഗോപി ഇപ്പോൾ നേരിടുന്ന വെല്ലുവിളി അത് തന്നെയാണ്. സുരേഷ് ഗോപിയുടെ നേട്ടത്തിന് വേണ്ടി പ്രയത്നിച്ച പലരുമായി ഞാൻ ഈ ദിവസങ്ങളിൽ സംസാരിക്കുകയുണ്ടായി. അവരിൽ പലരും കടുത്ത നിരാശയിലാണ്. ചിലരൊക്കെ സുരേഷ് ഗോപിയുടെ ഭാവിയെ ഓർത്ത് ആകുലപ്പെടുന്നു. സുരേഷ് ഗോപിയെ പോലെ ഒരു നല്ല മനുഷ്യനെ ചിലർ ഹൈജാക്ക് ചെയ്ത് ഇല്ലാതാക്കുമോ എന്ന് വേദനയോടെ പങ്കുവയ്ക്കുന്നവർ ഏറെയാണ്. അവരിൽ ചിലരുടെയൊക്കെ ആശങ്ക ഗൗനിക്കേണ്ടതില്ല. മന്ത്രിയായി തിരക്കേറിയ ജീവിതത്തിലേക്ക് പോകുമ്പോൾ അവരൊക്കെ പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള പരിഗണന കിട്ടാത്തതിൻ്റെ വേദനയും ദുഃഖവുമാവാം. എന്നാൽ സുരേഷ് ഗോപിയുടെ ചുറ്റും നടക്കുന്ന ചില കാര്യങ്ങൾ അറിഞ്ഞോ അറിയാതെയോ അതിന് വഴങ്ങിക്കൊടുക്കുമ്പോൾ അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകും. ഇക്കാര്യങ്ങളൊക്കെ തുറന്നു പറയണോ വേണ്ടയോ എന്ന് ഏതാനും ദിവസങ്ങളായി ഞാൻ ആലോചിച്ചതാണ്. എന്നാൽ സുരേഷ് ഗോപിയോട് തുറന്നു പറയാൻ കൂടെ നിൽക്കുന്ന പലർക്കും മടിയാണ്, ഭയമാണ്. അതുകൊണ്ട് തന്നെ അവരിൽ പലരും അകലം പാലിച്ച് മാറി നിൽക്കുമ്പോൾ ആരെങ്കിലും പൂച്ചയ്ക്ക് മണി കെട്ടിയേ മതിയാവൂ എന്നതുകൊണ്ട് സുരേഷ് ഗോപിയെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാനത് തുറന്നു പറയുകയാണ്. ആദ്യമേ ഒരു മുൻകൂർ ജാമ്യം എടുക്കട്ടെ. സുരേഷ് ഗോപിയെ ഒരു തവണ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. 2-3 തവണ മാത്രമേ ഫോണിൽ സംസാരിച്ചിട്ടുള്ളൂ. ഒരു കല്യാണ ചടങ്ങിൽ വെച്ചായിരുന്നു കണ്ടത്. അരമിനിറ്റോളം തിരക്കുകൾക്കിടയിൽ സംസാരിച്ചു പോയി. ഫോണിൽ സംസാരിച്ചത് തെരഞ്ഞെടുപ്പ് കാലത്തും മകളുടെ വിവാഹത്തിന് വേണ്ടി ക്ഷണിച്ചപ്പോഴുമാണ്. എന്നാൽ ഒരു കാര്യം കൂടി പറയട്ടെ. ഏതാണ്ട് 1/4 നൂറ്റാണ്ട് മുമ്പ് ആകാശവാണിയുടെ പ്രഭാതപേരിക്ക് വേണ്ടി ഒരു ആശംസയ്ക്ക് വേണ്ടി അദ്ദേഹത്തെ ഞാൻ സമീപിച്ച് പരിചയം കൂടി എനിക്കുണ്ട്. തെരഞ്ഞെടുപ്പിന് ശേഷം ഞാൻ സുരേഷ് ഗോപിയെ വിളിക്കാൻ പോലും ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ വിളിച്ചപ്പോൾ ഫോൺ എടുക്കാത്തത് കൊണ്ടോ എന്നെ പരിഗണിക്കാത്തത് കൊണ്ടോ ഉണ്ടായ വേദന കൊണ്ടാണെന്നാരും തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഒരു പ്രമുഖരിൽ നിന്നും അങ്ങനെ പരിഗണന ആഗ്രഹിക്കുന്ന ആളല്ല, ശ്രമിക്കുന്ന ആളല്ല. എന്തിനേറെ വളരെ അടുപ്പമുണ്ടെന്ന് പലരും കരുതുന്ന ശശി തരൂരിനോട് പോലും നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടുള്ളതല്ലാതെ ഇന്നേ വരെ ഒരു തവണ പോലും ഫോണിൽ സംസാരിച്ചിട്ടില്ല. തരൂരിൻ്റെ ഫോൺ നമ്പരും എനിക്കറിയില്ല. ഇനി കാര്യത്തിലേക്ക് കിടക്കാം. സുരേഷ് ഗോപി അറിയാതെ അദ്ദേഹത്തെ ചിലർ ഹൈജാക്ക് ചെയ്യുന്നു എന്ന് അദ്ദേഹത്തോട് ചേർന്ന് നിന്നവർ, അദ്ദേഹത്തിനെ സഹായിച്ചവർ, അദ്ദേഹത്തിന് നന്മ കാംക്ഷിക്കുന്ന പലരും ആശങ്കപ്പെടുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട സുനിൽ ഗോപി എന്ന സുരേഷ് ഗോപിയുടെ സഹോദരനാണ്. സുരേഷ് ഗോപി അടക്കം 4 സഹോദരന്മാരാണ്. ഒരാൾ അമേരിക്കയിലാണ്,
ഒരാൾ സുഭാഷ് ഗോപി, മറ്റൊരു സുനിലും സനലും. ഈ സുനിൽ ഗോപിയാണ് സുരേഷ് ഗോപിയുടെ സഹോദരന്മാരിൽ ഏതെങ്കിലും വിവാദത്തിൽപ്പെട്ടിട്ടുള്ളയാൾ. കോയമ്പത്തൂരിലൊക്കെ സുനിൽ ഗോപിക്കെതിരെ പല തട്ടിപ്പ് കേസുകളിലും ആരോപണങ്ങളുണ്ട്. പല കേസുകളും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. സുനിൽ ഗോപിയുടെ പല ഇടപാടുകളെയും കുറിച്ച് കുടുംബത്തിലുള്ളവർക്ക് പോലും ആശങ്കയുണ്ട്. സുരേഷ് ഗോപിയെ ഹൈജാക്ക് ചെയ്യാൻ സുനിൽ ഗോപി ശ്രമിക്കുന്നു എന്നാണ് പലരും പറയുന്നത്. രാജ്യസഭാംഗമായിരുന്നപ്പോൾ സുനിൽ ഗോപി അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയെ പോലെ പ്രവർത്തിച്ചിരുന്നു. പിന്നീട് എതിർപ്പുണ്ടായതിനെ തുടർന്ന് മാറിയതാണ്. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ പ്രതിനിധിയായി എല്ലായിടത്തും ഇടപെടുന്നതും എപ്പോഴും ഒപ്പം നടക്കുന്നതും സുനിൽ ഗോപിയാണെന്നും അത് കുഴപ്പമുണ്ടാക്കുമെന്നും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ പരാതിപ്പെടുന്നു. തൃശ്ശൂരിലെ കളക്ടറുടെ യോഗത്തിൽ സുരേഷ് ഗോപിയുടെ പ്രതിനിധിയായി പോലും സുനിൽ ഗോപി പങ്കെടുത്തു എന്ന ആരോപണമുണ്ട്. കളങ്കിത വ്യക്തിത്വമായി ചിലരെങ്കിലും ആരോപിക്കുന്ന സുനിൽ ഗോപിയെ കൂടെ നിർത്തുകയും സുനിൽ ഗോപിയിലൂടെ മാത്രം സുരേഷ് ഗോപിയിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്താൽ സ്വാഭാവികമായും അത് ഭാവിയിൽ കുഴപ്പങ്ങൾക്ക് കാരണമാകും. ഗുരുവായൂരപ്പനെയും ജഗന്നാഥനെയും മൂകാംബിക ദേവിയെയും ഒക്കെ ഇഷ്ടപ്പെടുന്ന സുരേഷ് ഗോപിക്ക് വേണ്ടി മന്ത്രവാദികളെ സമീപിക്കാൻ സുനിൽ ഗോപി ശ്രമിച്ചാൽ അതൊരു ദൈവവും പൊറുക്കാൻ പോകുന്നില്ല. തൃശ്ശൂരാണ് സുരേഷ് ഗോപിയുടെ തട്ടകം. ഞാൻ തൃശ്ശൂരിൻ്റെ MP മാത്രമല്ല, ഞാൻ രാജ്യത്തിൻ്റെ മന്ത്രിയാണ്, കേരളത്തിൻ്റെ പ്രതിനിധിയാണ് എന്ന് പറയുന്നത് നല്ലത് തന്നെ. പക്ഷേ തൃശ്ശൂരിനെ കൈവിട്ടുകൊണ്ട് രാജ്യത്തെയും കേരളത്തെയും സേവിക്കാൻ ശ്രമിച്ചാൽ വോട്ട് ചെയ്യേണ്ടത് രാജ്യത്തുള്ള മുഴുവൻ പൗരന്മാരും കേരളത്തിലെ മുഴുവൻ പൗരന്മാരുമല്ല, തൃശ്ശൂരുകാരാണ് എന്ന് സുരേഷ് ഗോപി മറക്കരുത്. തൃശ്ശൂരിൽ തെരഞ്ഞെടുപ്പിന് ശേഷം എത്ര തവണ സുരേഷ് ഗോപി സന്ദർശിച്ചു എന്ന് തൃശ്ശൂരുകാർ ചോദിക്കുന്നു. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ സുരേഷ് ഗോപിയെ മാലയിട്ട് സ്വീകരിക്കാൻ എത്തിയവരെ നിരാശപ്പെടുത്തിക്കൊണ്ട് സുരേഷ് ഗോപി തിരുവനന്തപുരത്തായിരുന്നു. തൃശ്ശൂരിനേക്കാൾ കൂടുതൽ സമയം തിരുവനന്തപുരത്ത് ചെലവഴിക്കുന്നു എന്ന പരാതിയുണ്ട്. രാമനിലയത്തിലെത്തിയാൽ സുരേഷ് ഗോപിയെ കാണുന്നതിന് വേണ്ടി പാർട്ടി പ്രവർത്തകരും നേതാക്കളും മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ടി വരുന്നു എന്ന പരാതിയാണുള്ളത്. തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിച്ച കോർഡിനേറ്റർ രഘുനാഥ് മേനോനും ജില്ലാ പ്രസിഡന്റ് അനീഷ് കുമാറിനും സുരേഷ് ഗോപിയെ എളുപ്പത്തിൽ കാണാനും സംസാരിക്കാനും കഴിയുന്നുണ്ടോ? പാർട്ടി നേതാക്കൾക്ക് സുരേഷ് ഗോപിയെ കാത്തിരിക്കേണ്ടി വരുന്നുണ്ടോ? അതേസമയം തെരഞ്ഞെടുപ്പ് സമയത്ത് ഒന്ന് തിരിഞ്ഞുപോലും നോക്കാത്ത പല സിനിമക്കാരും സുരേഷ് ഗോപിയുടെ ചുറ്റും വട്ടം കൂടിയിരിക്കുന്നു. അമ്മയുടെ യോഗത്തിൽ ചെന്നപ്പോൾ സാക്ഷാൽ ലാലേട്ടനെ നിഷ്പ്രഭനാക്കിക്കൊണ്ട് സുരേഷ് ഗോപിയെ വട്ടം കൂടിയത് സിനിമക്കാരായിരുന്നു. ആ പ്രഭവവും നല്ലത് തന്നെയാണ്. എന്നാൽ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇവരൊക്കെ എവിടെയായിരുന്നു? രാഷ്ട്രീയപരമല്ലാത്ത ചില ചടങ്ങുകൾ സംഘടിപ്പിച്ചുകൊണ്ട് സിനിമക്കാരെ എത്തിക്കാൻ ശ്രമിച്ചിട്ട് അവരാരെങ്കിലും തിരിഞ്ഞു നോക്കിയോ? നടൻ സിദ്ദിഖിന്റെ സഹോദരനും നടനുമായ മജീദും മേജർ രവിയും MR ഗോപകുമാറുമല്ലാതെ ആരാണ് സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തിയത്? മമ്മൂട്ടിക്കും മോഹൻലാലിനും ദിലീപിനും ജയറാമിനുമൊപ്പം മകളുടെ കല്യാണ സമയത്ത് മോദിയെ കാണാൻ കൂടിക്കാഴ്ച ഒരുക്കി കൊടുത്ത രചന നാരായണൻകുട്ടി എന്തുകൊണ്ടാണ് അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതിരുന്നത്? മിമിക്രി കലാകാരന്മാരുടെ സംഘടനയായ മായെ സുരേഷ് ഗോപി സഹായിച്ചിട്ടുള്ളതുപോലെ ആരും സഹായിച്ചിട്ടില്ല. എത്രയോ തവണ അവർക്ക് സംഭാവന കൊടുത്തിട്ടുണ്ട്, എത്രയോ തവണ അവരെ ചേർത്ത് നിർത്തിയിട്ടുണ്ട്. എന്നിട്ട് അവരാരെങ്കിലും തിരിഞ്ഞു നോക്കിയോ? 20ഉം 25ഉം തവണയാണ് കലാഭവൻ ഷാജോണിനെയും ടിനി ടോമിനെയും ഒക്കെ ഒരു തവണയെങ്കിലും സുരേഷ് ഗോപിക്ക് വേണ്ടി രംഗത്ത് വരൂ എന്ന് പറയാൻ സംഘാടകർ ഫോണിൽ വിളിച്ചിട്ടുള്ളത്. അവർ ഫോൺ എടുത്തില്ല എന്ന് മാത്രമല്ല, ഒടുവിൽ ഞങ്ങൾക്കിവിടെ ജീവിക്കണം, സംഘിപ്പട്ടം ചൂടാൻ വയ്യ, ഉപദ്രവിക്കരുത്, വിളിക്കരുത് എന്നിവരിൽ പലരും പറഞ്ഞു. എന്നാൽ മന്ത്രിയായി തിരിച്ചെത്തിയ സുരേഷ് ഗോപിക്ക് ചുറ്റും ഇവരെല്ലാം ഇപ്പോൾ വട്ടം കൂടിയിരിക്കുന്നു. സുരേഷ് ഗോപി രാമനിലയത്തിലെത്തിയാൽ സിനിമക്കാരുടെ ഒരു ബഹളമാണ്. അവരൊക്കെ വർത്തമാനം പറഞ്ഞ് പിരിഞ്ഞ ശേഷം മാത്രം പാർട്ടി നേതാക്കൾക്കും പാർട്ടി പ്രവർത്തകർക്കും കാണാൻ കഴിയുന്ന സാഹചര്യം അങ്ങേയറ്റം അപകടകരമാണ്. സുരേഷ് ഗോപിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്ത ജോർജ് കുര്യൻ തൻ്റെ ജീവനക്കാരെയെല്ലാം നിശ്ചയിച്ചു കഴിഞ്ഞു. ഇതുവരെ തൃശ്ശൂരിൽ ഒരു ഓഫീസ് തുടങ്ങാനോ തൻ്റെ ജീവനക്കാരെ നിയമിക്കാനോ സുരേഷ് ഗോപിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സുരേഷ് ഗോപിയുടെ ജീവനക്കാരിൽ ഒരാളായി സഹോദരൻ സുനിൽ ഗോപി മാറും എന്ന റിപ്പോർട്ടുകളുണ്ട്. PK ശ്രീമതിയുടെ മരുമകനെ സ്റ്റാഫിൽ വെച്ചപ്പോൾ ഇവിടെയുണ്ടായ കോലാഹലം മറക്കരുത്. ബന്ധുക്കൾ മന്ത്രി ഓഫീസുകൾ കയറിയിറങ്ങരുത് എന്ന് മോദി നേരത്തെ പറഞ്ഞതും മറക്കരുത്. PV അബ്ദുൽ വഹാബിന്റെയും വയലാർ രവിയുടെയും ഒക്കെ ജീവനക്കാരനായിരുന്ന ഒരാളായിരിക്കും സുരേഷ് ഗോപിയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി എന്ന റിപ്പോർട്ടുകൾ BJP വൃത്തങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുന്നു. അത് ശരിയാണെങ്കിൽ അതും തെറ്റായ മാതൃകയായി മാറും. ഇതൊക്കെ ചൂണ്ടിക്കാട്ടുന്നത് സുരേഷ് ഗോപിയെ കുറ്റം പറയാനല്ല, അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. സുരേഷ് ഗോപി ഒരു നല്ല മനുഷ്യനായതുകൊണ്ടും ശുദ്ധനായതുകൊണ്ടും അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. അദ്ദേഹം അറിഞ്ഞുകൊണ്ടാവില്ല ഇത്തരം ഹൈജാക്കുകളുടെ ഇരയാവുന്നത്. ആരും തുറന്നു പറയില്ല എന്നതുകൊണ്ട് മാത്രം സുരേഷ് ഗോപി എക്കാലവും തിളങ്ങി നിൽക്കണം, കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിക്കണം എന്നാഗ്രഹിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇത് ചൂണ്ടിക്കാട്ടുന്നത്. സുരേഷ് ഗോപി ദയവായി ഉമ്മൻചാണ്ടിയെ കണ്ടു പഠിക്കുക.
കേരളത്തിന് മുഖ്യമന്ത്രി പദവിയോളം തിരക്കുള്ള ഒന്നല്ല കേന്ദ്ര സഹമന്ത്രി എന്നത്. മുഖ്യമന്ത്രിയായിരുന്ന കാലത്തും എത്ര തിരക്കുണ്ടെങ്കിലും മറക്കാതെ എല്ലാ ഞായറാഴ്ചയും പുതുപ്പള്ളിയിൽ തൻ്റെ ജനങ്ങൾക്കൊപ്പമായിരുന്നു ഉമ്മൻചാണ്ടി. സുരേഷ് ഗോപി അക്കാര്യത്തിലെങ്കിലും ശ്രദ്ധിക്കണം. കൂടെ കൂടെ തൃശ്ശൂരിൽ പോവുക, തൃശ്ശൂരിലെ ജനങ്ങൾക്ക് ഒരു നിബന്ധനകളുമില്ലാതെ ഇടപെടാനുള്ള അവസരമൊരുക്കി കൊടുക്കുക. സുരേഷ് ഗോപിയുടെ മിടുക്കും പ്രാഗൽഭ്യവും ആത്മാർത്ഥതയും സത്യസന്ധതയും ഒക്കെ അംഗീകരിക്കുമ്പോഴും തൃശ്ശൂരുകാർക്ക് കയ്യകലത്തിലാണ് സുരേഷ് ഗോപി എന്ന വാർത്ത പരന്നാൽ പോലും അത് തിരിച്ചടിയാവും എന്ന് മറക്കാതിരിക്കുക.